നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് കടുത്ത രോഷത്തിലാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കൂടിയ ലീഗ് നേതൃയോഗത്തിലും കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങളും വികാരങ്ങളും ഉണ്ടായി. കോൺഗ്രസ് ലീഗിനെ പഴയതുപോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയും എതിർപ്പും ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് പലതവണ അവർ പ്രകടിപ്പിച്ചതുമാണ്. തെക്കോട്ട് അല്ലെങ്കിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിന് ഒരു നിയമസഭാ സീറ്റ് പോലും കൊടുക്കരുതെന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ്. അങ്ങനെ ലീഗിന് സീറ്റ് കൊടുത്താൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് അവർക്ക്. ലീഗിനെ മലബാർ മേഖലയിൽ തന്നെ ഒതുക്കിയിടാനുള്ള ഈ പരിപാടിക്കെതിരെ കടുത്ത രോഷവും എതിർപ്പും ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. ലീഗിന്റെ നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ അതിശക്തമായ വിമർശനമാണ് അവർ ഉയർത്തിയത്. തെക്കോട്ട് ലീഗിനെ വളരാൻ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നാണ് ലീഗ് നേതാക്കൾ എല്ലാവരും പറഞ്ഞത്. കാരണം എറണാകുളം ജില്ലയിലും കൊല്ലം ജില്ലയിലും 2 സീറ്റുകൾ ലീഗിനുണ്ട്. അതിൽ എറണാകുളം ജില്ലയിലെ സീറ്റ് പൊതുവെ ലീഗ് ജയിക്കാറുള്ള സീറ്റുമാണ്. കഴിഞ്ഞ തവണയാണ് തോറ്റത്. കൊല്ലം ജില്ലയിൽ 91 ശേഷം ലീഗ് ജയിച്ചിട്ടില്ല. തിരുവനന്തപുരത്തും നേരത്തെ ലീഗിന് MLA ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എറണാകുളത്തിന് തെക്ക് ഒരു ലീഗ് MLA പോലും വേണ്ട എന്നുള്ള വാശിയിലാണത്രേ കോൺഗ്രസ്. ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് ലീഗിനെ അകറ്റി നിർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഒരു സംസ്ഥാന പാർട്ടിയായി പോലും നിലനിൽക്കാൻ കോൺഗ്രസ് തങ്ങളെ അനുവദിക്കുന്നില്ല. മലബാർ മേഖലയിൽ കോൺഗ്രസിന് ലീഗിന്റെ വോട്ടുകൾ വേണം. എന്നാൽ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റിബലായി മത്സരിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരുമെല്ലാം ലീഗിന്റെ വോട്ടുകളാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്. എന്നാലോ കോൺഗ്രസിന്റെ നേതാക്കൾ പലരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലായി മത്സരിച്ച് അവരെ തോൽപ്പിക്കുകയാണ് പതിവ്. ഈ പരിപാടി അടുത്ത തെരഞ്ഞെടുപ്പിലും അരങ്ങേറുമെന്നുള്ള ഭീതി ലീഗ് നേതൃത്വത്തിന് നന്നായി ഉണ്ട്. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ നേതൃയോഗത്തിൽ കടുത്ത എതിർപ്പും രോഷവും അഭിപ്രായ വ്യത്യാസവുമെല്ലാം ഉയർത്തിയത്. തെക്കോട്ട് ലീഗിനെ ഇല്ലാതാക്കാനുള്ള കോൺഗ്രസിന്റെ ഈ ഗൂഢതന്ത്രത്തിനെതിരെ ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് ലീഗ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ UDFനോ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലീഗ് നേതൃത്വം തന്നെ അത് പലപ്പോഴും ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ലീഗിനെ തെക്കോട്ട് അടുപ്പിക്കാതെ, തെക്കൻ ജില്ലകളിൽ ലീഗിന് ഒരു സീറ്റും കൊടുക്കാതെ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ലീഗിന് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം അവർ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. തെക്കൻ ജില്ലകളിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ജില്ലകളിലും ലീഗിന് സീറ്റ് കൊടുത്തു പോകരുതെന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് ഇനി NSSനെയും SNDPയും ഒക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ചുവട് പിടിച്ച് ലീഗിന് സീറ്റ് നൽകാതിരിക്കും കോൺഗ്രസ് എന്നുള്ള ഭീതി ലീഗ് നേതൃത്വത്തിനുണ്ട്. ലീഗിന് എറണാകുളത്തും കൊല്ലത്തും 2 സീറ്റുകൾ അവകാശപ്പെട്ടതാണ്. കാലാകാലങ്ങളായി ലീഗ് മത്സരിക്കുന്ന സീറ്റുകളാണ്. അതിൽ എറണാകുളത്ത് ഒരു സീറ്റ് കൊടുക്കാം, കൊല്ലത്ത് സീറ്റ് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ നിലപാടിലാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. കൊല്ലത്ത് കിട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്ത് വർക്കല വേണമെന്നുള്ളൊരു ആവശ്യം, വർക്കലയോ നെടുമങ്ങാടോ വേണമെന്നുള്ള ആവശ്യം ലീഗ് ഉയർത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. കാരണം വർക്കലയിലോ നെടുമങ്ങാടോ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ പിന്നെ ആ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുഴുവൻ തോക്കും. അവിടെ CPMും BJPയും നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്ന വിഷയമേ ഇല്ല. ചുരുക്കത്തിൽ ലീഗിനെ ഒരു മലബാർ പാർട്ടിയാക്കി നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ഈ ഗൂഢതന്ത്രം, ഇതിനെ ചെറുക്കണമെന്നാണ് ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അഭിപ്രായം വരുന്നത്. മലപ്പുറം ജില്ലയിലും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലും ഒക്കെ നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി, ഒരു ജില്ലാ പാർട്ടിയായി ലീഗിനെ നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ഈ ഗൂഢതന്ത്രം, അതിനെ ചെറുക്കണമെന്നും സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെല്ലാം ലീഗിന് മത്സരിക്കാനുള്ള സീറ്റുകൾ UDFിൽ നിന്ന് ലഭിക്കണമെന്നുള്ള വാശിയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. അതേതായാലും അവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടേ ഇല്ല. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കില്ല എന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് അവർക്കുള്ള നേരത്തെ ഉണ്ട് മട്ടാഞ്ചേരി, പിന്നെ കളമശ്ശേരി, ആ സീറ്റുകൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തേക്കാം. കൊച്ചിയോ കളമശ്ശേരിയോ ലീഗിന് കൊടുത്തേക്കാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പെരുമ്പാവൂരും. അതല്ലാതെ തെക്കോട്ടൊരു സീറ്റ് ലീഗിന് കോൺഗ്രസ് കൊടുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനെതിരെ കടുത്ത രോഷത്തിലാണ് ലീഗ് നേതൃത്വം.